Hi students, welcome to maths class. In the last class we studied mean, arithmetic mean. What do you mean by mean? That is an average. These are the measures of central tendency. Which are the three important measures of central tendency? Mean, median and mode are the important measures of central tendency. We studied arithmetic mean, and many of you have done the homework. You completed exercise 14.1, and in that I have noted 2-3 mistakes, not mistakes. You have to change 2-3 things. That is, one is, many of you have done direct method. Direct method, how to find mean by direct method? Direct method means that frequencies and class marks are multiplied. Then the mean x bar is equal to sigma fi xi divided by sigma fi. Then why do we use this assumed mean method and step deviation method? Actually, these are the simplified forms of the direct method. Answer will be same. So step deviation method നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, see, listen here. In this class you can see that some data daily expenditure, like that some in the fourth question 65 to 68, 68 to 71, ലാർജ് നമ്പേഴ്സാണ്. ഈ ലാർജ് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി കൂടുതൽ സമയം കൺസ്യൂം ചെയ്യും. നമുക്കടെ സമയം ലാഭിക്കാൻ, നിങ്ങളിപ്പം പലവരും കാൽക്കുലേറ്ററിലാണ് ചെയ്തത്. മോസ്റ്റ് ഓഫ് യു ഹാവ് ഡൺ ഇൻ കാൽക്കുലേറ്റർ, so that you may not feel any difficulty. But while we do problems for the examination, we are not supposed to use a calculator. It is not allowed. So that you have to multiply it easily. നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലോട്ട് അത് മാറ്റുമ്പം മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് കൂടെ പ്രാക്ടീസ് ചെയ്യണം. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ലാർജ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ടൈം കൺസംഷൻ, നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നു, ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും അസ്യൂംഡ് മീൻ മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് കൂടി പ്രാക്ടീസ് ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഓൺലൈൻ ക്ലാസ്സുകൾ പലവരും, നിങ്ങളിൽ ചിലവരൊന്നും അറ്റൻഡ് ചെയ്യുന്നതായി കാണുന്നില്ല. ചിലവരൊന്ന് ഞാൻ ജസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ വളരെ കുറച്ച് പേര് അറ്റൻഡ് ചെയ്ത് വ്യൂ ലിസ്റ്റിൽ വരാൻ വേണ്ടി ഒന്ന് നോക്കും, വീണ്ടും ആ ക്ലാസ് മുഴുവനായി കാണാതെ നിങ്ങൾ മാറിപ്പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ സംഭവിക്കരുത്. ഓൺലൈൻ ക്ലാസ്സുകൾ യു ഹാവ് ടു വാച്ച് കംപ്ലീറ്റ്ലി. ആൻഡ് അനദർ തിങ്, ഐ ഹാവ് നോട്ടഡ് ദാറ്റ് മെനി ഓഫ് യു ഡിഡ് നോട്ട് ഡു എനിത്തിങ് അപ് ടു ഡേറ്റ്. കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ പലരും വീഴ്ച വരുത്തുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് എന്ത് വേണമെങ്കിലും കാണാം എന്ന് വിചാരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണുകയും ഹോംവർക്കുകളൊക്കെ വളരെയധികം ദിവസം കഴിയുമ്പോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ശീലം നിങ്ങളിലുണ്ട്. അത് ശരിയാവില്ല. നമുക്ക് എക്സാമിനേഷൻ വരികയാണ്. എക്സാമിന് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ 2 ലെസണും നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാനുണ്ട്. സോ ഓൾ ഓഫ് യു ഹാവ് ടു ഫോളോ ദ ക്ലാസ്സസ് റെഗുലർലി. ഇനി ഏതെങ്കിലും ക്ലാസ്സുകൾ കണ്ടു തീർന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടു തീർക്കുകയും അതിൻ്റെ നോട്ട്സ് അതേ സമയത്ത് എഴുതുകയും ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഈ നോട്ട്സ് അതേ സമയത്ത് എഴുതി തീർക്കാവുന്നതാണ്. പിന്നെ വല്ല ഇൻട്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഞാനത് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഹോംവർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ട് ഹോംവർക്ക് ചെയ്യാൻ. അപ്പോൾ ഈ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കിതുകൊണ്ട് പ്രയോജനം ഉള്ളൂ. ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളതനുസരിച്ച് നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. Mode of grouped data. What do you mean by mode? Do you remember? Mean, median and mode are the important measures of central tendency. What do you mean by mode? Mode, do you remember? Do you remember? Mode means maximum frequency, which occurs maximum. ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു ഡേറ്റയിൽ ഏത് ഒബ്സർവേഷൻ ആണോ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വരുന്നത്, ദാറ്റ് ഒബ്സർവേഷൻ ഈസ് നോൺ ആസ് മോഡ്. Okay, mode is that according to the definition, whenever you attend the online class, you should take your textbook. Then
Page number 272, it is given that mode is that value among the observation which occurs most often. Mode is the value among the observations which occurs most often. That means that observation comes to maximum time. This value of the observation having maximum frequency. What do you mean by frequency? Frequency means number of times an observation comes in a data is known as its a frequency. But maximum frequency ഉള്ളതിനെയാണ് നമ്മൾ mode എന്ന് പറയുന്നത്. Okay, then example 4 in the textbook, wickets taken by a bowler in 10 cricket match as follows. Wickets taken by a bowler in the last 10 cricket match. 2, 6, 4, 5, 0, 2, 1, 3, 2, 3. See, last 10 matches. How in the first match he took 2 wickets, second match he took 6 wickets, then third match he took 4 wickets, and so on. What is the mode of this data? That how many times 0 wickets and no times. Maximum number came 2. 2 how many times came? 1, 2, 3. Then mode of this data is 2. Okay, or it is known as model wickets, or that is known as mode of this data is 2. This we studied in last year. Data is simply given, it is not grouped. But when the data is given as classes, how to find a mode? That we can see a problem from your textbook. Please take your textbook and follow the classes with your textbook. Mode of grouped data. What do you mean by grouped data? Grouped data means class intervals are given and corresponding frequencies are also given. If the class intervals and corresponding frequencies are given, how to find a mode? That we are going to find it out. Okay. Then example 5, page number 273. Page number 273, example 5. A survey conducted on 20 households in a locality by a group of students resulted in the following frequency table for the number of family members in a household. Okay, family size, number of family members, 20 how many families are there, like that. And then what we have to find? We wanted to find a mode of this data. See how it is given. Family size. Family size. Family size. Then number of families. Number of families. Family size, number of families. One to 3, 7 families. That means members 1 to 3 members are there in 7 families. Then 3 to 5. 3 to 5, 8. In 8 families, 3 to 5 members are there. Then 5 to 7. 5 to 7, 2 members. 5 to 7, 2 members. Then 7 to 9. 7 to 9, 2 members, 2 families. Then 9 to 11 members are in 1 family. This is the data. We have to find a mode. Then we are having a formula. You must study that formula very well. Okay, mode of grouped frequency. Mode is equal to L plus F1 minus F0 divided by 2F1 minus F0 minus F2 into H. You may feel it is very difficult, but practice, then it will be easy. ഇതൊരു 2-3 പ്രാവശ്യം എഴുതി പഠിച്ചേ നമുക്കത് പഠിക്കാൻ പറ്റും. നോക്കിയേ, വാട്ട് ഈസ് ദ ഫോർമുല? Mode is equal to L plus F1 minus F0 divided by 2F1 minus F0 minus F2 into H. You did not understand what is this F1, F2, etc. You did not understand. Then, if you wanted to understand that, you should understand about a model class. Model class. മോഡ് വരുന്ന ഏത് ക്ലാസ്സിനകത്ത് വരുന്നോ ആ ക്ലാസ്സിന് പറയുന്ന പേരാണ് മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ് മീൻസ് മാക്സിമം ഫ്രീക്വൻസി. ദിസ് ഈസ് നമ്പർ മീൻസ് ഫ്രീക്വൻസി. Number of families are the frequency. In this number 7, 8, 2, 2, 1, which has the maximum,
Which number is maximum? 8. 8 has maximum frequency. ഈ maximum frequency ഉള്ള ക്ലാസ്സിന് പറയുന്ന പേരാണ് മോഡൽ ക്ലാസ്. Here which is the model class? Model class 3 to 5. Having frequency നമ്മളതിനെ F1 എന്ന് പറയും. Model class 3 to 5. Frequency, what is the frequency of the model class? F1, that is equal to 8. Then L means lower class limit of the model class. Which is the model class here? 3 to 5 is the model class. What is the lower class limit? Lower class limit of the model class. L means lower class limit of the model class. What is the lower class limit of the model class here? What is the model class limit? L is equal to 3. And F1 I have already told you. F1 means frequency of the model class. F1 means frequency of the model class. Frequency of model class. Frequency of model class. We check the spelling MODAL. Frequency of model class. Here what we get it? 8. Then F0. After L, F1, F0. F0 means frequency of the class preceding the model class. F0 means frequency of the class preceding the model class. Preceding means what? A succeeding number, preceding number. You studied in smaller classes. Is it so? Then here model class is 8. 8 is the frequency of the model class. Then frequency of the class preceding the model class. Preceding എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസ് 3 to 5 ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ് ഏതാണ്? 1 to 3. അതിൻ്റെ ഫ്രീക്വൻസിനെയാണ് നമ്മൾ F0 എന്ന് പറയുന്നത്. F0 is the frequency of the class preceding the model class. Frequency of the class preceding the model class. Preceding the model class. F0 is the frequency of the class preceding the model class. Which is that F0? F0 means 7. Did you understand? Then F2. അടുത്തതായിട്ട് ഫോർമുലയ്ക്ക് എടുക്കുന്നത് F2 ആണ്. F2 means frequency of the class succeeding the model class. Frequency of the class succeeding. Successive number പഠിച്ചിട്ടുണ്ട്. This is the frequency of the model class. ഇതാണ് model class. അതിൻ്റെ ഫ്രീക്വൻസി ആണിത്. 7 is the frequency of the class preceding the model class and 2 is the frequency of the class succeeding. Frequency of succeeding, that is 2. Understood? Then now H means class width. Class width means or class size means what? Upper class limit minus lower class limit. 1 to 2. What is the class? 1 to 3. What is the class width here? The class width is 2. 3 minus 1. 5 minus 3. 7 minus 5 is equal to 9 minus 7 is equal to 11 minus 9. ഇവിടെ ക്ലാസ് വിഡ്ത്ത് സെയിം ആണ്. സാധാരണ നമ്മൾ ഇതിന് ക്ലാസ് വിഡ്ത്ത് സെയിം ആണെങ്കിലാണ് മോഡൽ ക്ലാസ് കണ്ടുപിടിക്കുന്നത്. ഓൾ ദ ക്ലാസ് സൈസസ് ഷുഡ് ബി സെയിം. So once more I would like to remember this formula. ഒന്നുകൂടെ പഠിച്ചേ. മോഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് മോഡ്? മോഡ് ഇസ് ഈക്വൽ ടു L പ്ലസ് F1 minus F0 divided by 2F1 minus F0 minus F2 into H. Clear? L, what is L? Lower class limit of model class. How do we find a model class? Maximum frequency ulla class, that class is known as model class. Model class is the class having maximum frequency. Then L is the lower class limit of the model class and F1 is the frequency of the model class. F0 is the frequency of the class preceding the model class and the next term is F2. F2 is the frequency of the class succeeding the model class and H is the class size. I hope you understood how to get this class size. Then study the formula once more. Then you see 1 0 1 0 2. F1, F is there. Okay, F1 minus F0 divided by 2F1 minus F0 minus F2. Write it 5 times now itself, then you will study this. Okay, immediately after the class write the formula 5 times. Everybody must write this 5 times, then only you will study this. Now let us find the mode. Mode is equal to L. What is L here? 3 plus F1 minus F0. F1 means 8.
minus f0 7 divided by 2f1, 2 into f1, 2 into 8, minus f0 minus 7 minus f2 into h size of the class, that is 2, that is 3 plus 8 minus 7 1 by 16 minus 7 minus 2 into 2, that is 3 plus 1 by 16 minus 7, 16 minus 7 what we get, 9 minus 2, we will get here what we get, 16 minus 7 minus 2, we get 7 into 2, that is 3 plus 7 by 2, 3 plus 7 by 2, 7 by 2 you have to find it, 7 divided by 2, sorry, 2 divided by 7, 2 by 7, 2 by 7, in 2 how many times, 0, then 2 times 14, then 6, in 6 how many times, 68 times 56, then 40, it is 5 times 35, like that. Is it so? So that we can write it as 3.28. The next number will come as 9. So we can write 286 or 285. Okay, this is the mode of this observation. Did you understand this? It is very easy. You wanted to study only this formula. And I hope you understood how to find the model class. What is the model class? Model class is the class having maximum frequency. Okay? And now listen here, in the example 6 of your textbook says that we have, please take table 14.3, page number, that table 14.3, page number 263. You see that classes, that problem we have done many, 2-3 times. 10 to 25, 25 to 40, 40 to 55, 55 to 70. In this, which has the maximum frequency? Number of students, that is table 14.2. See the table 14.2. 14.2. See the question. We have already defined the mean of this data. Here, which has the maximum frequency? The maximum frequency, that number 7, that comes to which is the model class? 40 to 55 is the model class. 40 to 55 is the model class. Then F1, which is F1? 7. F2, 6. F0, 3. And what is L here? Lower class limit of this class, lower class limit 40. When you find the mode of this, it is shown in that textbook, page number 274. The answer is shown. You wanted to write that in your notebook. You should write this in your notebook. See, it is shown in that textbook. Mode, what we got as mode? Mode is equal to 52. Actually, what was the mean? Mean was 62. Mode, if you do like this, you will get 52. Actually, arithmetic mean is the accurate, or it has more accuracy. Arithmetic mean. But in some cases, we wanted to find mode also. Okay? Did you remember this formula? Study the formula once more. Now we studied mode of grouped data. Mode is equal to L plus F1 minus F0 divided by 2F1 minus F0 minus F2 into H. L is the lower class limit. F1 is the frequency of the model class. F0 is the frequency of the model preceding model class, and F1 is the frequency of the model class. F0 is the frequency of the class preceding the model class, and F2 is the frequency of the class succeeding the model class. H is the class width and all. Now we can discuss exercise 14.2. Okay, take your textbook please. The following table shows the age of patients admitted in a hospital during a year. Ages are given there. Ages in years: 5 to 15, 15 to 25, 25 to 35, 35 to 45, 45 to 55, and so on. Find the mode. In order to find the mode, first of all you wanted to find the model class, which has the maximum frequency.
Maximum frequency is 23. Which class? 35 to 45. 35 to 45. 35 to 45. In that class has the maximum frequency 23. Okay. 23 comes here. So this is the model class. And according to the formula it is shown in the board. According to the formula, what is L? That is 35. Lower class limit of the model class. And F1 is 23, F0 is 21, and F2 is 14. And what is the class size? 15 to 5, what is the class size? 10. 15 minus 5, it is 10. Then can you find the mode of this? Then compare and interpret. We have to find median also, mean also. So you wanted to find a mean of this data also. This one you can take the midpoints and using step deviation method, please find the mean. Use the step deviation method to find the mean. Then it will be easy. Then find the mean and mode and compare these measures of central tendency. Okay. Then the second question. In the second question, the following data gives the information on the observed lifetimes in hours of 225 electrical components. 225 electrical components are there. Determine the model lifetime of this component. Determine the model lifetime of this components. In this data which is shown in the textbook, you can see that which has the maximum frequency. See the data. Which has the maximum frequency? The maximum frequency is that 61. 61. Then here it is the model class. 60 to 80 is the model class. And you can find the mode. Here L is 60. F1 frequency of the model class 61. F0 frequency of the class preceding the model class 52. And this is F2. Okay, you can find it out. Okay, now we can move to the third question. Monthly expenditure of families are given. Find the mean and mode. Model monthly income means find the mode. Model lifetime means mode. Model monthly income. That you have to find the monthly income mode which has the maximum frequency in this. Maximum frequency. Maximum frequency comes 40. 40 has the maximum frequency. Which group? 1500 to 2000. 1500 to 2000. That is the model class. Okay. And you find the mean also. Mean expenditure, mean you can find by step deviation method. Since the data is large data, step deviation method is very convenient. All of you must do that by step deviation method. And afterwards compare this mode and mean. Then fourth question also same, find the mode. And fifth question also you wanted to do that, you have to find the mode. Okay. Then sixth question also very easy. All this question directly given, it is mode. Then please complete these questions. Exercise 14.2 1 to 6 you must complete now itself and send it to my personal number. Thank you very much.